Hi dear students, welcome back to Sharon Zoology. നമ്മൾ ലാസ്റ്റ് സെഷനിൽ കെമിക്കൽ കോർഡിനേഷൻ എന്ന പോർഷന്റെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞിരുന്നു. ഈ സെഷനിൽ നമ്മൾ പറയാൻ പോവാണ് ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഓർഗനൈസ്ഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ ഫസ്റ്റ് പറഞ്ഞത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആയിരുന്നു. ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ ആദ്യം നമുക്ക് ഹൈപ്പോതലാമസ് എന്താണെന്ന് നോക്കാം. നമുക്കറിയാം ഹൈപ്പോതലാമസ് ഇസ് എ പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഫോർ ബ്രെയിൻ. നമ്മുടെ ഫോർ ബ്രെയിന്റെ റീജിയൻ ആണ്. നമ്മളൊരു ഫോർ ബ്രെയിൻ എടുത്താൽ ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബ്രം ആൻഡ് ഡയൻസെഫലോൺ. ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് സെറിബ്രം ആൻഡ് ഡയൻസെഫലോൺ. സെറിബ്രം ഡയൻസെഫലോൺ ആണ് ഫോർ ബ്രെയിനിൽ കാണപ്പെടുന്നത്. ദിസ് ഈസ് ദ ഡയൻസെഫലോൺ. ഈ ഡയൻസെഫലോൺ പോർഷൻ എടുത്താൽ ദ റൂഫ് ഓഫ് ഡയൻസെഫലോൺ ഈസ് തലാമസ്. The base of diencephalon is hypothalamus. അപ്പൊ ഹൈപ്പോതലാമസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ഡയൻസെഫലോൺ. ഫോർ ബ്രെയിനിലുള്ള ഡയൻസെഫലോണിന്റെ ബേസിലാണ് ഹൈപ്പോതലാമസിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. Then hypothalamus is a part of brain. It has neural function. ഇതിന് ന്യൂറൽ ഫംഗ്ഷൻ ഉള്ള റീജിയൻ ആണ്. ഇപ്പൊ ഇതാണ് ഹൈപ്പോതലാമസ് എങ്കിൽ യെസ് ഇതിന് ന്യൂറൽ ഫംഗ്ഷൻ ആണ്. ഹൈപ്പോതലാമസിന് ന്യൂറൽ ഫംഗ്ഷൻ ആണ്. ദിസ് ഹൈപ്പോതലാമസ് കണ്ടെയ്ൻ, നമ്മൾ ഹൈപ്പോതലാമസ് എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ് കണ്ടെയ്ൻ ന്യൂറോൺസ്. ബ്രെയിൻ ആണ്, ബ്രെയിനിൽ അവിടെ ന്യൂറോൺസും ആൻഡ് ന്യൂറോഗ്ലിയൽ സെൽസും. ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്ന സെല്ലുകളാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ഹൈപ്പോതലാമസിൽ ന്യൂറോണും ന്യൂറോഗ്ലിയൽ സെൽസുമാണ് ഉള്ളത്. ആൻഡ് ഹിയർ സം ഓഫ് ദ ന്യൂറോൺസ് ഗെറ്റ് മോഡിഫൈഡ്. ചില ന്യൂറോൺ ഇവിടെ മോഡിഫൈ ചെയ്യുന്നു. സം ഓഫ് ദ ന്യൂറോൺ ഗെറ്റ് മോഡിഫൈഡ് ഫോർ സെക്രീഷൻ. ന്യൂറോൺ സെക്രീഷൻ വേണ്ടി മോഡിഫൈ ചെയ്യുന്നു. ഇവിടെ നോക്കി, ഇത് ഹൈപ്പോതലാമസ് ആണെങ്കിൽ ഹൈപ്പോതലാമസിലെ ചില ന്യൂറോൺ അങ്ങ് സെക്രീഷന് വേണ്ടി മോഡിഫൈ ചെയ്യാണ്. സം ന്യൂറോൺസ് ഗെറ്റ് മോഡിഫൈഡ് ഫോർ സെക്രീഷൻ കോൾഡ് ന്യൂറോ സെക്രീറ്ററി സെൽസ്. Some of the neurons get specialized for secretion called as neurosecretory cell. അപ്പൊ ഹൈപ്പോതലാമസിലെ ചില ന്യൂറോണുകൾ സെക്രീഷൻ വേണ്ടി മോഡിഫൈ ചെയ്യുന്നു. അവരെ പറയുക ന്യൂറോസെക്രീറ്ററി സെൽ എന്നാ പറയുക. അപ്പൊ ഇവിടെ ഹൈപ്പോതലാമസിൽ ഇവിടെ ഇങ്ങനെ ന്യൂറോസെക്രീറ്ററി സെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. These neurosecretory cells of hypothalamus called as hypothalamic nuclei. ന്യൂറോസെക്രീറ്ററി സെൽസ് ഓഫ് ഹൈപ്പോതലാമസ് കോൾഡ് ആസ് ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ. അപ്പൊ ഹൈപ്പോതലാമസിൽ കാണുന്ന ഈ ന്യൂറോസെക്രീറ്ററി സെല്ലുകളെ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ. ഇനി എന്താണ് സെക്രീഷൻ ആണല്ലേ ഫംഗ്ഷൻ. ദിസ് ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ സെക്രീറ്റ്സ്. അത് എന്തിനെ സെക്രീറ്റ് ചെയ്യുന്നു? ഹൈപ്പോതലാമിക് ന്യൂക്ലിയൈ സെക്രീറ്റ്സ് ദ ഹോർമോൺസ് കോൾഡ്. അവർ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നു. ഇത് ന്യൂറോൺ മോഡിഫൈ ചെയ്യുന്നതല്ലേ. ന്യൂറോണുകൾ ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഹൈപ്പോതലാമിക് ന്യൂക്ലിയർ സെക്രീറ്റ് ദ ഹോർമോൺസ് കോൾഡ് ന്യൂറോ ഹോർമോൺസ്. അവര് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മൾ പറയുക ന്യൂറോ ഹോർമോൺസ് എന്നാണ്. ഹൈപ്പോതലാമിക് ന്യൂക്ലിയർ സെക്രീറ്റ് ദ ഹോർമോൺസ് ആർ കോൾഡ് ആസ് ന്യൂറോ ഹോർമോൺസ്. അവര് ന്യൂറോ ഹോർമോൺസ് എന്ന് പറയുന്നു. ലെറ്റ്സ് സീ വാട്ട് ആർ ദീസ് ന്യൂറോ ഹോർമോൺസ്. ദീസ് ന്യൂറോ ഹോർമോൺസ് ഇൻക്ലൂഡ്സ് റിലീസിംഗ് ഹോർമോൺസ്. ഇതിൽ വരുന്ന ന്യൂറോ ഹോർമോൺസ് ആണ്. ഫസ്റ്റ് വൺ റിലീസിംഗ് ഹോർമോൺസ്, സെക്കൻഡ് വൺ ഇൻഹിബിറ്ററി ഹോർമോൺസ്, തേർഡ് വൺ ഓക്സിറ്റോസിൻ ആൻഡ് ലാസ്റ്റ് വൺ വാസോപ്രസിൻ ഓർ ADH. These are the neurohormones. These are the hormones secreted by hypothalamic nuclei called as neurohormones. These neurohormones are releasing hormone, inhibitory hormone, oxytocin and vasopressin. Okay. Then ഇതിൽ releasing and inhibitory hormones എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ ഫംഗ്ഷൻ? അതറിയണമെങ്കിൽ നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കുറിച്ചൊന്ന് ബ്രീഫ് ആയിട്ട് അറിയണം. ഹൈപ്പോതലാമസിന് തൊട്ട് താഴെ കാണുന്ന ഒരു ബൈലോബ്ഡ് ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. It is a bilobed gland located just below the hypothalamus. ഹൈപ്പോതലാമസിന് തൊട്ട് താഴെ കാണുന്ന ബൈലോബ്ഡ് ഗ്ലാൻഡ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. This is the pituitary gland located just below the hypothalamus. It has two lobes. ഈ ലോബാണ്. This is the anterior pituitary gland.
ദിസ് വൺ ഈസ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. രണ്ട് ലോബ് ഉണ്ട്, നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാം. ആന്റീരിയർ ലോബ് ആൻഡ് പോസ്റ്റീരിയർ ലോബ്. ഇതിൽ റിലീസിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ, റിലീസിംഗ് ഹോർമോൺസ് which stimulate the secretion of anterior pituitary. ഈ റിലീസിംഗ് ഹോർമോണുകളുടെ പ്രത്യേകത ത്രൂ ദ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം, അതായത് ബ്ലഡ് വഴി ഈ റിലീസിംഗ് ഹോർമോൺ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തും. ഹൈപ്പോതലാമസിൽ നിന്നും പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ഇത് നോക്കിയേ, ബ്ലഡ് സർക്കുലേഷൻ വഴി. ഈ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറയുന്നത് പോർട്ടൽ സിസ്റ്റം ആണ്. ദിസ് ഈസ് എ പോർട്ടൽ വെയിൻ. ഇതൊരു പോർട്ടൽ വെയിൻ ആണ്. So these releasing hormones transmitted to the anterior pituitary gland through the portal vein. Portal vein വഴി ഈ releasing hormone എവിടെ വരുന്നു? Anterior pituitary gland and stimulate the secretion of anterior pituitary. അപ്പൊ എന്താണ് releasing hormoneന്റെ function? It stimulates secretions of anterior pituitary gland. Anterior pituitary gland secretion stimulate ചെയ്യുക എന്നുള്ളതാണ് റിലീസിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ. അങ്ങനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇത് നോക്കിയ പോർട്ടൽ സിസ്റ്റം വഴി ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെത്തും. സോ ദീസ് റിലീസിംഗ് ഹോർമോൺ ട്രാൻസ്പോർട്ടഡ് ടു ദ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ത്രൂ ദ പോർട്ടൽ വെയിൻ. ആൻഡ് വാട്ട്സ് ദ റോൾ ഓഫ് റിലീസിംഗ് ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് ദിസ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അനദർ വൺ ഈസ് ഇൻഹിബിറ്ററി ഹോർമോൺ, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സി ദിസ് ഇൻഹിബിറ്ററി ഹോർമോൺ ഈ റിലീസിംഗ് ആണെങ്കിലും ഇൻഹിബിറ്ററി ആണെങ്കിലും ഹൈപ്പോതലാമസിൽ ഉണ്ടാകുന്നതാണ്. This inhibitory hormone also transported to the anterior pituitary gland through the portal vein. Portal vein വഴി inhibitory hormone anterior pituitary gland എത്തും and inhibit the secretion of anterior pituitary. Anterior pituitary inhibit ചെയ്യാന്നുള്ളതാണ് ഫംഗ്ഷൻ. അത്രേ ഉള്ളൂ. Releasing hormone stimulate anterior pituitary, inhibitory hormone inhibit the anterior pituitary. Then ഇനി മറ്റൊരു പ്രത്യേകത, ഞാൻ ഇതിനെ ഒന്ന് വലുതാക്കി ഇങ്ങോട്ട് വരയ്ക്കാം. ഈ ഒരു പോർഷൻ, ഇത് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിൽ ന്യൂറോണുകൾ, ഇതാണ് ന്യൂറോണുകൾ. സപ്പോസ് ഇതൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കാം. ഹൈപ്പോതലാമസിലെ ന്യൂറോണുകൾ മോഡിഫൈ ചെയ്യുന്നതിലെ ന്യൂറോ സെക്രട്ടറി സെൽ, ഈ ന്യൂറോണുകൾ രണ്ട് ഹോർമോണിനെ സിന്തസൈസ് ചെയ്യുന്നു, ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ ഓർ ADH. ഓക്സിറ്റോസിൻ അല്ലെങ്കിൽ വാസോപ്രസിൻ ഓർ ADH നെ സിന്തസൈസ് ചെയ്യും. ഈ ഹോർമോൺ എന്ത് ചെയ്തറിയോ? ഇത് രണ്ടും ഹോർമോൺ അല്ലെങ്കിൽ സിഗ്നലാ. ഈ ന്യൂറോൺ വഴി ഇത് നേരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് എത്തിക്കും. സോ ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ ഓർ ADH synthesized in hypothalamus transported to the posterior pituitary gland through the neuron or axon. Axon അല്ലെങ്കിൽ ന്യൂറോൺ വഴി ഇത് എവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അതിന്റെ ഫംഗ്ഷൻ നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഇത് നമുക്ക് ആദ്യം പഠിക്കേണ്ടത് റിലീസിംഗ് ഇൻഹിബിറ്ററി ഹോർമോണിന്റെ ഫംഗ്ഷൻ ആണ്. Let's see what are the functions of releasing hormone and inhibitory hormones. Releasing inhibitory hormone function പഠിക്കുന്നതിന് മുമ്പായി ഇതാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇത് കുറച്ച് ഹോർമോണുകളെ സെക്രേറ്റ് ചെയ്യുന്നു. നമുക്ക് അവരുടെ പേര് മാത്രം ഒന്ന് പഠിക്കാം. This anterior pituitary gland secretes some hormones like ഒന്ന് TSH or thyrotropin. TSH or thyrotropin. Another one ACTH or corticotropin. ACTH or corticotropin. ACTH or corticotropin. Then GTH or gonadotropins. GTH or gonadotropins such as FSH, LH will study later. Then growth hormone and prolactin. These are the hormones secreted by anterior pituitary gland. ഇത് ഇത്രയും ഈ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമ്മൾ പഠിച്ചു എന്താ റിലീസിംഗ് ഹോർമോൺ എന്ന് പറയുന്നത്? ദോസ് ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഫോർ ദെയർ സെക്രീഷൻ. ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ അതിന്റെ സെക്രീഷൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യുന്നവരാണ് റിലീസിംഗ് ഹോർമോൺ. നമുക്ക് ആ റിലീസിംഗ് ഹോർമോൺസ് ആരൊക്കെയാന്ന് നോക്കാം. റിലീസിംഗ് ഹോർമോൺ ഓർ RH, അബ്രിവേഷൻ ആണ് RH. ഇറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ TRH or TSH-RH. TRH or TSH-RH എന്ന് പറഞ്ഞാൽ ഇത് ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യുന്ന ഒരു റിലീസിംഗ് ഹോർമോൺ ആണ്. ത്രൂ ദ പോർട്ടൽ സിസ്റ്റം ദിസ് TRH reaches the anterior pituitary gland. പോർട്ടൽ വെയിൻ വഴി ഇത് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എത്തുന്നു ആൻഡ് സ്റ്റിമുലേറ്റ് ആന്റീരിയർ പിറ്റ്യൂട്ടറി. ആന്റീരിയർ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്യും ടു സെക്രീറ്റ് TSH.
TSH അല്ലെങ്കിൽ തൈറോട്രോപ്പിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ TRH മീൻസ് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്നാണ്. TRH തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ദിസ് തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ്, ആരെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക? ആന്റീരിയർ പിറ്റ്യൂട്ടറി. എന്തിന്? ടു സെക്രീറ്റ് TSH ഓർ തൈറോട്രോപ്പിൻ. TSH അല്ലെങ്കിൽ തൈറോട്രോപ്പിനെ സെക്രീറ്റ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അനദർ റിലീസിംഗ് ഹോർമോൺ, ഇപ്പൊ നമ്മളൊരു റിലീസിംഗ് ഹോർമോൺ TRH പറഞ്ഞു. അനദർ റിലീസിംഗ് ഹോർമോൺ ഈസ് CRH or ACTH-RH. CRH or ACTH-RH. CRH means corticotropin releasing hormone. Corticotropin releasing hormone or adrenocorticotropin releasing hormone. They, through the portal system, it acts on anterior pituitary and stimulate this anterior pituitary to secrete ACTH. So what is the role? It stimulates anterior pituitary to secrete ACTH or corticotropin. ACTH or corticotropin secretion stimulate ചെയ്യുന്നു. Another one is GnRH, gonadotropin releasing hormone. See here, gonadotropin എന്ന് പറയുന്ന anterior pituitary gland ഹോർമോണിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നവരാണ്. GnRH means gonadotropin releasing hormone. This gonadotropin releasing hormone stimulate the anterior pituitary. It stimulates anterior pituitary to secrete gonadotropins such as FSH and LH. Gonadotropins in the പേരുകളാണ് FSH, LH. We'll study later. It stimulates the anterior pituitary to secrete gonadotropins such as FSH and LH. So these are the examples of releasing hormone. അപ്പോൾ ഇത് ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? ഇറ്റ് സ്റ്റിമുലേറ്റ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ടു സെക്രീറ്റ് റെസ്പെക്റ്റീവ് ഹോർമോൺസ്. അതുപോലെയാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും എന്തുകൂടെ സിന്തസൈസ് ചെയ്യുന്നു? ഇൻഹിബിറ്ററി ഹോർമോൺസ്. Inhibitory hormones means those hormones which inhibit the secretion of anterior pituitary. Anterior pituitary secretion inhibit ചെയ്യുന്നവരെയാണ് inhibitory hormones. നമുക്കിവിടെ രണ്ട് ഇൻഹിബിറ്ററി ഹോർമോണെ പഠിക്കാനുള്ളത്. ഇവിടെ NCERT-ൽ പഠിക്കാനുള്ള ഇൻഹിബിറ്ററി ഹോർമോൺസ് നോക്കാം. ഫസ്റ്റ് വൺ somatostatin. Somatostatin. This somatostatin is the growth hormone inhibitory hormone. Growth hormone inhibitory hormone. It inhibits the secretion of GH or growth hormone from where? From anterior pituitary gland. Anterior pituitary gland il ninnum growth hormone inde secretion തടസ്സപ്പെടുത്തുന്നു. അത് somatostatin is growth hormone inhibitory hormone. Another one prolactin inhibitory hormone. Prolactin inhibitory hormone. This prolactin inhibitory hormone inhibit the secretion of prolactin from anterior pituitary. Inhibit the secretion of prolactin from anterior pituitary. അപ്പൊ ഇത്രയുമാണ് റിലീസിംഗ് ഹോർമോൺസും ഇൻഹിബിറ്ററി ഹോർമോണും അതിന്റെ ഫംഗ്ഷൻ. ഇനി നമുക്ക് പിന്നുള്ളത് ഓക്സിറ്റോസിനും വാസോപ്രസിനും ആണ്. സിന്തസൈസ് ചെയ്യുന്ന ഹൈപ്പോതലാമസിലാണെങ്കിലും ത്രൂ ദ ന്യൂറോൺസ് ഓർ ആക്സോൺ ദേ ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വേർ ദേ ഗെറ്റ് സ്റ്റോർഡ്. ഇവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺ? ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് റിലീസിംഗ് ഹോർമോൺസ് ലൈക്ക് TRH, CRH, GnRH, etc. Then inhibitory hormones like somatostatin, prolactin inhibitory, then oxytocin and ADH or vasopressin. These are the hormones synthesized by hypothalamus. ഇത്ര ഹോർമോണുകളെ ഹൈപ്പോതലാമസ് സിന്തസൈസ് ചെയ്യപ്പെടുന്നു. Among these hormones, ഇത്ര ഹോർമോൺസിൽ all of these hormones are peptide or protein hormones. All of these hormones. So, chemistry of hormone important ആണ്. All of these hormones are made up of polypeptide or protein. Peptide അല്ലെങ്കിൽ protein hormones ആണ്. All of these hormones are peptide or protein hormones. അതിൽ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് prolactin inhibitory hormone മാത്രമാണ്. Not prolactin. Prolactin inhibitory hormone മാത്രമാണ് എക്സെപ്ഷൻ. This prolactin inhibitory hormone is a dopamine. That is, it is derived from amino acid tyrosine. തൈറോസിൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് ഡെറൈവ് ചെയ്ത ഒരു ഡോപ്പമൈൻ ലൈക്ക് ഹോർമോൺ ആണ്. സോ ഇറ്റ് ഈസ് അമൈൻ. ഒരു അമിനോ ആസിഡ് ഡിറൈവ്ഡ് ഹോർമോൺ ആണ്. തൈറോസിൻ എന്ന അമിനോ ആസിഡിൽ നിന്നുണ്ടായ ഹോർമോൺ ആണ്. അതുകൊണ്ട് അതിനൊരു അമൈൻ ഹോർമോൺ എന്ന് പറയുന്നു. ബാക്കിയുള്ള എല്ലാം പെപ്റ്റൈഡ് ഓർ പ്രോട്ടീൻ ഹോർമോൺ ആണ്.
That's all about this hypothalamus and their secretion. Okay. അപ്പൊ ഈ സെഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? ഹൈപ്പോതലാമസിന്റെ ഹോർമോൺസ് ആണ്. ഹൈപ്പോതലാമസിന്റെ ഹോർമോൺ എവിടെ ആക്ട് ചെയ്യുന്നു, അതിന്റെ ആക്ഷൻ, അതിന്റെ കെമിസ്ട്രി വരെയാണ് പറഞ്ഞു കഴിഞ്ഞത്. ബാക്കി നമുക്ക് അടുത്ത സെഷനിലേക്ക് അറിയാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.